നീതീകരിക്കണമേ. പ്രിയനേ പ്രിയനേ നിൻ വിശ്വസ്തത വർണ്ണിപ്പാൻ എൻ്റെ നാവു പോരാ. കഴിയാത്ത വല്ല വിശ്വാസവാക്കുകൾ പറഞ്ഞു നിന്റെ പ്രാർത്ഥന കേട്ട് വൻകാര്യം കർത്താവ്, ഏകനായ മഹാത്ഭുതങ്ങളെ കർത്താവ്, എനിക്ക് വേണ്ടി അസാധ്യങ്ങളെ സാധ്യം, വഴികളെ തുറക്കും, ദുർഘടങ്ങളെ നിരപ്പാക്കും. എല്ലാ വാഴ്ചകളുടെ മേൽ അധികാരം മേലും അധികാരം പകരം എല്ലാ വാഴ്ചകളെയും ആയുധവർഗം വെപ്പിച്ച് അവിടെ മേൽ ജയം കൊണ്ടാടുവാൻ ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ്, എനിക്ക് വേണ്ടി മാത്രമായ അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ സംവത്സരങ്ങൾ നന്മ കൊണ്ട് അലങ്കരിക്കപ്പെടും. ഇപ്പോൾ അതിനേക്കാൾ 1000 ഇരട്ടി അധികം വർദ്ധിപ്പിക്കും. ഞാൻ പുറത്തു പോകുമ്പോൾ അനുഗ്രഹം പ്രാപിക്കും, അകത്ത് വരുന്ന അനുഗ്രഹം പ്രാപിക്കും. എൻ്റെ മാവ് വഴി തൊട്ടിയും എണ്ണക്ക് ഭരണി അനുഗ്രഹം പ്രാപിക്കും. ഞാൻ വാലല്ല തലയാണ്. ഞാൻ താഴ്ച പ്രാപിക്കുകയില്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. രാജാക്കന്മാരുടെ പോറ്റപ്പന്മാരും രാജ്ഞികൾ എൻ്റെ പോറ്റപ്പന്മാരുമായിട്ട് അവർ എൻ്റെ മുമ്പിൽ മുട്ടുമടങ്ങി എൻ്റെ കാലിലേൽപ്പെടുന്നു. ഒന്നും എനിക്ക് അസാധ്യമല്ല, എല്ലാം സാധ്യം. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യം. ദീർഘായുസ് കൊണ്ട് നീ തൃപ്തി വരും. എൻ്റെ ഹൃദയം പിടച്ച് വികസിക്കും. ഞാൻ പുഷ്ടിവെക്കും, പച്ചപ്പിടിക്കും, ദേവദാരു പോലെ വളരും, പന പോലെ തഴയ്ക്കും. യേശുവിൻ്റെ അധികാരമുള്ള നാമം. ഒരു പാട്ടിനൊരു ചേർന്ന് പാടിയിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് പോകാം.
ഒരു യാത്രയുടനീളം വഴിമാറും പ്രതികൂലങ്ങൾ പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തുടാൻ എന്നെ അനുദിനം വഴി നടത്തും പകൽ മേഘസ്തംഭം രാത്രി അഗ്നി തുടാൻ എന്നെ അനുദിനം വഴി നടത്തും എൻ്റെ യേശു എനിക്കു നല്ലവൻ അവനെന്നുമെന്നും മതിയായവൻ ആപത്തിൽ ലോക പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ ആപത്തിൽ ലോക പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് അടുത്ത് വരാം. പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ചുറ്റുപാടും 1000 ജീവിതങ്ങൾ ലോകസുഖങ്ങളുടെ പിന്നാലെ പോയി വേഗത്തിൽ ചീഞ്ഞളിയുവാൻ പാപത്തിൻ്റെ കുത്തൊഴുക്കിലേക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനെ പുറത്തെടുക്കട്ടെ. നല്ല കൂട്ടം പ്രാർത്ഥനയാൽ പുറത്തു വരും. പാപം ചെയ്യുന്നവർക്ക് ഭാവിയില്ല, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിത്യത കർത്താവ് ഒരുക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാം. ഒരു നല്ല കൂട്ടത്തെ കർത്താവ് വിടുവിക്കട്ടെ. നല്ല വേലയ്ക്കായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പട്ടണത്തിൽ വലിയൊരു വെളിച്ചം പ്രകാശിക്കും. 1000 കുടുംബങ്ങളെ കർത്താവ് അത് ലോകവും എൻ്റെ മോഹം ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേ പ്രാർത്ഥനയോട് അടുത്ത് വരാം. പല്ലു പിടിച്ച് പ്രാർത്ഥിക്കാം. നാം ചെയ്യേണ്ടത് നാം ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് തക്ക സമയങ്ങൾ ദൈവം ചെയ്യും. അവന് കഴിയാത്തൊരു കാര്യം. എത്ര പേർക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ നിയോഗം? ആത്മഭാരമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ജീവിതം ഇവിടെയല്ല, ഇവിടം ഒരു താൽക്കാലിക ഇടത്താവളം മാത്രമാണ്. ജീവിതം സ്വർഗത്തിലാണ്. എന്നാൽ സ്വർഗം വേണമോ നരകം വേണമോ തീരുമാനിക്കുന്നത് ഈ ആയുസ്സിലാണ്. പ്രാർത്ഥിക്കാം. ഒരു കൂട്ടം പേരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കാം. ഒരു കൂട്ടം പേർക്ക് സ്വർഗം കൊടുക്കാം. പ്രാർത്ഥിക്കാം. യഥാർത്ഥമായി സത്യദൈവത്തെ ആരാധിച്ചാൽ ഉയർച്ച തന്നെയുണ്ട്, ഭാവി ധന്യമാണ്. അത് കുറെ പേരെങ്കിലും മനസ്സിലാക്കട്ടെ. മല്ലു പിടിച്ച് എത്ര പേർക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ നിയോഗം? വിതയ്ക്കുകയാണ് പ്രാർത്ഥന. ഇന്ന് വിതച്ചാൽ നാളെ കൊയ്യാം. അതിലുപരി ഇന്ന് വിതച്ച് ഇന്ന് കൊയ്യുമാറാക്കുന്ന ദൈവത്തിലാണ് നാം ആശ്രയിക്കുക. മല്ലു പിടിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വൻ കാര്യങ്ങൾ ചെയ്യട്ടെ. കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യട്ടെ. സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് നിരന്തരമായ നമ്മുടെ പ്രാർത്ഥന കേട്ട് നിരന്തരമായ നമ്മുടെ ആഗ്രഹം കണ്ട് ഒരു പുതിയ പദ്ധതി പെന്തക്കോസ്ത് നാളിൽ ചെയ്തതുപോലെ പുതിയ പദ്ധതി കർത്താവ് ചെയ്യും. ദൈവത്തിന് 1000 വഴി. എത്ര പേർക്ക് ചേർന്ന് പ്രാർത്ഥിക്കാൻ നിയോഗം? മല്ലു പിടിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാം. കർത്താവിൻ്റെ വേല നമുക്ക് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ കർത്താവ് ചെയ്യും. സ്വർഗീയ പിതാവേ, എനിക്ക് ദാനമായി നൽകിയ നല്ല ഈ പ്രയർ ടൈമിനായി നന്ദി പറയുന്നു. നീ കേൾക്കുന്നല്ലോ, കാണുന്നല്ലോ. ഒരുപാട് പരിമിതികളുടെ നടുവിലും നിങ്ങളുടെ നാമത്തെ ഉയർത്തുവാനും ഒരു നാമത്തിന് വേണ്ടി നിൽക്കുവാനും നിങ്ങൾ താല്പര്യപ്പെടും. സഹായിക്കണം കർത്താവേ. ആരും കൂട്ടുണ്ടായിട്ടല്ല ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ്, ധനനായ ഏകാധിപതി,